മധ്യപ്രദേശിലെ ജബൽപൂരിൽ നർമ്മദാ നദിയിലുണ്ടായ ബോട്ട് ദുരന്തം ഒരു നാടിനെയാകെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്. വിനോദയാത്രയ്ക്കിടെ സംഭവിച്ച ഈ ദുരന്തത്തിൽ എല്ലാവരെയും ഒരുപോലെ കരയിപ്പിച്ചത് മരണത്തിലും വേർപിരിയാതെ പരസ്പരം കെട്ടിപ്പിടിച്ചു കിടന്ന ഒരമ്മയുടെയും മകന്റെയും ദൃശ്യമാണ്. അപകടത്തിന് ശേഷം നടത്തിയ തിരച്ചിലിനൊടുവിലാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. മരണസമയത്തും പരസ്പരം മുറുകെ പിടിച്ച നിലയിലായിരുന്നു മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ജബൽപൂരിലെ ഭേഡാഘട്ടിന് സമീപം വിനോദസഞ്ചാരികളുമായി പോയ ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. ഒപ്പമുണ്ടായിരുന്ന അച്ഛനും മകളും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ബോട്ട് മറിഞ്ഞ ഉടൻ അച്ഛൻ മകളെ സുരക്ഷിതമായി പിടിക്കുകയും നീന്തി രക്ഷപ്പെടുകയുമായിരുന്നു. എന്നാൽ അമ്മയും മകനെയും ശക്തമായ ഒഴുക്കിൽപ്പെട്ട് കാണാതാവുകയായിരുന്നു. രക്ഷാപ്രവർത്തകർ മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ നദിയിൽ നിന്ന് മൃതദേഹങ്ങൾ പുറത്തെടുത്തപ്പോൾ ആ അമ്മ തന്റെ മകനെ നെഞ്ചോട് ചേർത്ത് മുറുകെ പിടിച്ചിരിക്കുകയായിരുന്നു. മരണത്തിന്റെ നിമിഷങ്ങളിൽ പോലും തന്റെ കുഞ്ഞിനെ രക്ഷിക്കുവാനുള്ള ആ അമ്മയുടെ ശ്രമവും പേടിയോടെ അമ്മയെ കെട്ടിപ്പിടിച്ച കുഞ്ഞിന്റെ അവസ്ഥയും രക്ഷാപ്രവർത്തകരെ പോലും വികാരാധീനരാക്കി. അതേസമയം ജബൽപൂരിലെ ബർഗി അണക്കെട്ടിലുണ്ടായ ക്രൂയിസ് ബോട്ട് അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 7 ഉയർന്നു. വിനോദസഞ്ചാരികളുമായി പോയ ബോട്ട് ജലാശയത്തിന്റെ ആഴമേറിയ ഭാഗത്ത് വെച്ച് മറിയുകയായിരുന്നു. മോശം കാലാവസ്ഥയോ ബോട്ടിന്റെ അമിതഭാരമോ ആകാം അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. SDRF, NDRF സംഘങ്ങളും പ്രാദേശിക മുങ്ങൽ വിദഗ്ധരും ചേർന്ന് കാണാതായവർക്കായി സജീവമായ തിരച്ചിൽ തുടരുകയാണ്. സുരക്ഷാ മാനദണ്ഡങ്ങളിൽ വീഴ്ചയുണ്ടായോ എന്നതിനെക്കുറിച്ച് മധ്യപ്രദേശ് സർക്കാർ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടു. ബോട്ടിൽ ലൈഫ് ജാക്കറ്റുകൾ ഉണ്ടായിരുന്നുവെന്നും കൃത്യമായ പെർമിറ്റ് ഉണ്ടോ എന്നും അധികൃതർ പരിശോധിച്ചു വരികയാണ്. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് മുഖ്യമന്ത്രി ധനസഹായം പ്രഖ്യാപിച്ചു. പരിക്കേറ്റവർക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.